പാട്ടും പ്രണയം ഹൊററും എല്ലാം ഒത്തിണങ്ങിയ ചിത്രമാണ് 2000-ൽ ഇറങ്ങിയ ദേവദൂതൻ. മോഹൻലാൽ, ജയപ്രദ, വിനീത് കുമാർ, ജഗതി ശ്രീകുമാർ, മുരളി പിന്നെ മറ്റു പലരും അഭിനയിച്ച് ഫലിപ്പിച്ച രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണിത്. ഞാൻ തിരിച്ചു നിന്റെ കാത്തിരിപ്പിന്റെ ഏതോ ഒരു മുഹൂർത്തത്തിൽ. മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തി എന്ന അതുല്യ സംഗീതജ്ഞൻ തന്നെ പണ്ട് പുറത്താക്കിയ കോളേജിൽ വീണ്ടും അവരുടെ നാടക പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നു. എത്തിക്കഴിഞ്ഞ് പഴയ ഓർമ്മകൾ കൂടാതെ മറ്റ് പല രഹസ്യങ്ങളും പുള്ളിക്ക് മനസ്സിലാവുന്നു. തന്നെ പുറത്താക്കാൻ കാരണക്കാരിയായ ജയപ്രദ അവതരിപ്പിച്ച മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസ് എന്ന കഥാപാത്രത്തിന്റെ പഴയ പ്രണയത്തെ പറ്റിയും അവർ 30 വർഷമായി കാത്തിരിക്കുന്ന നിഖിൽ മഹേശ്വർ എന്ന അവരുടെ കാമുകനെ പറ്റിയും അറിയുന്നു. താൻ എഴുതിയ നാടകത്തിന്റെ കഥ താൻ അറിയാതെ തന്നെ മാറിപ്പോകുന്നു, ഏതൊരു അജ്ഞാത ശക്തി അതിന് പിന്നിലുള്ള പോലെ എന്ന് വിശാൽ ഒരു സീനിൽ പറയുന്നുണ്ട്. സിനിമയുടെ കഥ പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനാവാത്ത കുറച്ച് അജ്ഞാത ശക്തികളെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ അതിനെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്ന വിശാലിന്റെയും പ്രിൻസിപ്പൽ അച്ഛന്റെയും സ്നേഹ എന്ന കഥാപാത്രങ്ങളുടെയും ശ്രമങ്ങളെ കുറിച്ചാണ്. പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ കെട്ടിടം പണിക്ക് കുഴിയെടുത്തപ്പോ കിട്ടിയതാ. ഈ ചിത്രത്തിന്റെ ഒരു പ്രധാന ആകർഷണം ഇതിലെ ഗാനങ്ങളാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി വിദ്യാസാഗർ സംഗീത സംവിധാനം വഹിച്ച 6ഓളം പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. ഇതെല്ലാം ഈ സിനിമയെ വേറൊരു തലത്തിൽ കൊണ്ടെത്തിക്കുന്നു. എന്തൊരു മഹാനുഭാവലു എന്ന ത്യാഗരാജന്റെ കീർത്തനം ഒരു വെസ്റ്റേൺ ശൈലിയിൽ റീമാസ്റ്റർ ചെയ്തിട്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഇരുട്ടിൽ ഈ മിന്നൽ പോലെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന പ്രകാശം, അതായിരുന്നു അവരുടെ സ്നേഹം. സെവൻ ബെൽസ് എന്ന സംഗീതോപകരണം ഇതിലൂടെ പ്രശസ്തി നേടി. എന്നാൽ ഇത്രയും അത്ഭുതകരമായ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടാൻ സാധിച്ചില്ല. മോഹൻലാലിൽ നിന്നും നരസിംഹം പോലത്തെ മാസ സിനിമകൾ പ്രതീക്ഷിച്ച് അന്നത്തെ ഓഡിയൻസിന് ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത കഥ മനസ്സിലാക്കാൻ പറ്റാതെ പോയി. പക്ഷെ ഇന്ന് ഈ സിനിമയ്ക്ക് പുതിയൊരു വില നൽകി ഒരു കൾട്ട് ക്ലാസിക് സ്റ്റേറ്റസ് ആയി മാറിക്കഴിഞ്ഞു. അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. ആ രാജാവ് തന്ന വെളിച്ചമാണ് നിങ്ങളെല്ലാവരെയും ഇന്നെന്റെ മുന്നിൽ എത്തിച്ച എന്റെ പുതിയ സിംഫണി ഓഫ് ലവ്.